ഹലോ അസ്സലാമലൈക്കും. ഞാൻ മഞ്ചേരി പോയപ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു ഞാൻ. അവൾ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു സ്ഥാപനമുണ്ട് ക്രിസ്ത്യൻസിൻ്റെ നടത്തി വരുന്ന ഒരു അഗാധി മന്ദിരം ഉണ്ട്, കാണാൻ പോകല്ലേ പറഞ്ഞു. അത് മഞ്ചേരി അടുത്താട്ടോ. അങ്ങനെ ഷാലോ മത ഭവന് അവിടെ ഞങ്ങൾ പോയി കാണാൻ. അവിടെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് കണ്ടു പോരാനോ എന്ന് വിചാരിച്ചു. അപ്പം മദർ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ കുറച്ചൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ ബർത്ത്ഡേക്ക് ഒരു വയസ്സായ കുട്ടീനെയും കൊണ്ട് അവർ വന്നിക്കുകയാണ്. അപ്പം ഞങ്ങളതിൽ പങ്കെടുക്കാൻ കാരണം എല്ലാവരും പുറത്തിറക്കിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. 10-65 ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂടെ ഒരു ബർത്ത്ഡേ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളും അവിടെ ഇരുന്നു. ഞങ്ങളവരോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് ഞങ്ങൾ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പങ്കെടുത്തതിൽ എടീ ഇങ്ങോട്ട് നോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പോകാറുണ്ട്. ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു, ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അവരെ കൂടെ ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളും പോയി ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ഇങ്ങനെ അവരെ കൂടെ ഫുഡ് കഴിച്ചു. പക്ഷേ അവരൊക്കെ വേറെ സ്ഥലത്താട്ടോ. പ്രാർത്ഥനയും ഫുഡ് കഴിക്കലൊക്കെ വേറെ സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങൾ പോരാൻ നേരത്ത് ഇവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി കയറി. ഭയങ്കര സന്തോഷമാട്ടോ. നമ്മളെ പേര് ചോദിക്കുക, സ്ഥലം ചോദിക്കുക, കുട്ടികൾ എത്ര ഉണ്ട് ചോദിക്കുക. പ്രായമുള്ളതും പിന്നെന്താ പറയുക മാനസികമായിട്ടുള്ളതും ഒക്കെ ഒരുപാടുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ ഓരോ സംസാരങ്ങളൊക്കെ എല്ലാവരും സംസാരിച്ച് ഭയങ്കര സന്തോഷമാട്ടോ അവർക്ക്. പിന്നെ അവർക്കൊരു പ്രാർത്ഥന ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ സമ്മതിക്കില്ല, പോകണ്ട, പിന്നെ ഞങ്ങൾ കൈ പിടിച്ചേക്കുകയാണ്. പിന്നെ ഞാൻ ഒരു ചേച്ചിനെ കണ്ടാണ് ഞാൻ വീഡിയോ അങ്ങനെ കാണിച്ചു കൊടുത്തേ. അപ്പോൾ അതിക്ക് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. കണ്ടില്ലേ, മുഖം കണ്ടിട്ട് ഭയങ്കര സന്തോഷമായാണ്ട് ഇങ്ങനെ ഓരോന്നേക്ക് നോക്കി പറയാണ്. പാവം വീഡിയോയിൽ കണ്ടിട്ടേ പാവം. എത്രയോ കുട്ടികളും മക്കളൊക്കെ എല്ലാം ഓരോരുത്തരാണ് ഇരിക്കുന്നത്. കാണാൻ പോലും വരലില്ല എന്നൊക്കെ പറയണ മക്കളൊന്നും. എന്താലേ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ ഇങ്ങനെ ലവ് ബേഡ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ പരിസരമൊക്കെ ഭയങ്കര കാണാൻ ഭംഗി വൃത്തി ഒക്കെയാണ്. നല്ല കെയറിങ്ങാണ് അവിടെ അല്ലേ മദർ. അപ്പോൾ ഭയങ്കര സ്വഭാവമാണ്. ഞങ്ങൾ എല്ലാം കൊണ്ടുപോയി കാണിച്ചു തന്ന് അവിടെ ഫുള്ളായിട്ട് കാണാൻ പറ്റി. അന്ന് പിന്നെ ഒരു ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ട് കാണാൻ നമുക്ക് സുഖമായി. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുള്ളായിട്ട് കണ്ട് അതിന് ശേഷം കുറച്ച് വയ്യാത്ത ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. അധികം വയ്യാത്തൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ ഒരാളെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ എല്ലാം ഇതുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ മദറിനോട് സംസാരിച്ച് കണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാണ്. അവിടെ വലിയ സ്റ്റേജ് എല്ലാ സെറ്റപ്പോട് കൂടിയാട്ടോ അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരാൾ മൂത്രമൊഴിപ്പിച്ചാൽ മറ്റൊരാൾ പോയിട്ടുണ്ട്. അപ്പോൾ കൈയൊക്കെ പിടിച്ച് കൊണ്ടുവരുന്നുണ്ടല്ലേ, പാവാണ് കണ്ടാൽ. അങ്ങനെ ഞങ്ങൾ അവരോട് ഇങ്ങനെ സംസാരിച്ച് ഓരോരുത്തരോട് പേരൊക്കെ ചോദിച്ചു. എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളുണ്ട്. പാലയാണ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയണോല്. എല്ലാവർക്കും കണ്ടിട്ടേ നമ്മളെ വിടണില്ല, ആരും വിടാതെ ഇങ്ങനെ സംസാരിക്കുക. കാരണം ഓല് വേറെ ആരും കാണുന്നില്ലല്ലോ, പുറത്ത് ആരും കാണുന്നില്ല, ആരോടുള്ളൊരിതില്ല.
ഇങ്ങനെ നമ്മൾ ചെല്ലുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക. നമുക്കവിടെ എന്തും കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം രാവിലത്തേതായിട്ടോ ഉച്ചക്കോ അങ്ങനെ എന്തും ചെയ്യാമെന്നാണ് അവർ പറയണത്. നമ്മൾക്കിത് അവിടെ എന്താണ് അങ്ങനെ എനിക്കൊന്നും അറിയില്ല. ഞാൻ അവിടെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ ചെന്ന് നോക്കിയതാണ്. അപ്പോഴാണ് 65 ആളുണ്ടെന്നും അവിടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മൾ ആലോചിച്ചാണ്ടല്ലോ ഇത്രയും നല്ല അമ്മമാരൊക്കെ ഇങ്ങനെ കൊടുന്നാക്കാൻ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ മാനസികമായിട്ട് എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ. കണ്ട പ്രായമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും മാനസികമായി കുഴപ്പങ്ങളുള്ള ആളുകളും ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര കെയറിങ് ആണ്, നല്ല നോട്ടം അങ്ങനെയൊക്കെയാണ്. കണ്ടപ്പോൾ ഭയങ്കര ഇതായിട്ടോ. കാരണം ഇവർക്ക് നമ്മൾ കയറണീനോ അങ്ങനെ കാണണീനോ ഒന്നും ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞാണ്ട് പുറത്തിറങ്ങി. പിന്നെ എന്താ സന്തോഷത്തോടു കൂടി ഞങ്ങൾ മടങ്ങി. പുറത്തേക്ക് നല്ല അതിമനോഹരമായ ചെടികളും കാഴ്ചകളുമാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചെണ്ണം ഇറങ്ങണം തന്നെ നേരെ മെയിൻ റൂട്ടുമ്മക്കാണ്. അങ്ങനെ ഞങ്ങൾ മടങ്ങി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. എനിക്കാരും കമൻറ്റൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ പരിചയമില്ലാത്തതുകൊണ്ടാണോന്നും അറിയില്ല, ഞാൻ വീഡിയോയിലൊന്നും അതിന് അത്രമാത്രം വന്നിട്ടില്ല. ഞാൻ പുതിയൊരു വീഡിയോ തുടങ്ങിയതാണ്. എനിക്കിതിൻ്റെ അതിന് മാത്രം ഐഡിയ ഒന്നുമില്ല. അപ്പോൾ കുട്ടി ഞാനും വീഡിയോയിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചാണ്. ഇനി കൂടുതൽ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതൊന്നും പ്രതീക്ഷിക്കാതെ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മടങ്ങി. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ, കമൻറ്റ്.